ഏവർക്കും ഈസിയ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കോട്ടയൻ സ്റ്റൈൽ ബീഫ് ഫ്രൈ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു കുടം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 1.5 കഷ്ണത്തോളം ഇഞ്ചിയുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക്. നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുള്ള ടൈപ്പ് പച്ചമുളകാണ്. ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ഒരു 1/4 കിലോയോളം ഉള്ള ചെറിയ ഉള്ളി, നമ്മുടെ നാട്ടിൽ കുഞ്ഞുള്ളി എന്ന് പറയുന്ന ഉള്ളി. തേങ്ങ കൊത്തെടുത്തിട്ടുണ്ട്. ഒരു 1/4 മുറിയേ ഉള്ളൂ തേങ്ങ കൊത്തെടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ബീഫ് 1/2 കിലോഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുളക് പൊടിയുണ്ട്, 1.5 ടീസ്പൂണുണ്ട്. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ. കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. മസാല, ഗരം മസാലയുണ്ട്, മീറ്റ് മസാലയുണ്ട്, ഉപ്പുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ, പിന്നെ കടുക്. നമ്മൾ എടുത്തിരിക്കുന്ന ബീഫ് 1/2 കിലോ, അത് നമ്മൾ ഒരു 80% വെയ്റ്റ്സ് ആണ്. അതിൻ്റെ അകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. പൊട്ടി വരുന്ന കടുകിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങക്കൊത്ത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി നമ്മൾ 1/4 കിലോയോളം ചേർക്കുന്നുണ്ട്. കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് കുഞ്ഞുള്ളി അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വരുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി ചേർക്കണം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഒരു സവോളയുടെ കഷ്ണങ്ങൾ ചേർക്കുക. സവോളയുടെ കഷ്ണങ്ങൾ നന്നായിട്ട് ഈ മിക്സറിൻ്റെ അകത്ത് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ടൊന്ന് വരണ്ട് വരുന്നവരെ നമുക്കത് ഇളക്കി ചേർത്തുകൊണ്ടിരിക്കാം. അത്യാവശ്യം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക്, നമ്മൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എണ്ണം. ഓരോരുത്തരുടെ സ്പൈസി ലെവൽ അനുസരിച്ച് നമുക്കത് മാറ്റം വരുത്താം. ഞാനിവിടെ 3 പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് പൊടികൾ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഒരു പച്ചമണം വരും. ഒരു 2 തണ്ട് കറിവേപ്പിലും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് പൊടികൾ ചേർക്കാൻ തുടങ്ങാം. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നോരോന്നായിട്ട് നമുക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണിൽ താഴെയാണ് മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കാരണം നമ്മൾ ബീഫിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. മീറ്റ് മസാലയുടെ പുറകെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിരിക്കുന്ന ഗരം മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ചിരിക്കുന്ന നല്ല ഒരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടത്തക്ക രീതിയിലുള്ള മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമ്മൾ ആകെ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ മാത്രമാണ്. നമ്മൾ വെളിച്ചെണ്ണ അധികമായിട്ടൊന്നും ചേർക്കുന്നൊന്നുമില്ല. ഫ്രൈ ആണെന്ന് വിചാരിച്ച് വെളിച്ചെണ്ണയിൽ കുളിപ്പിച്ചുള്ള ഒരു ഫ്രൈ അല്ല നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അത്യാവശ്യം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ മൂത്തതിന് ശേഷം നമ്മുടെ ബീഫ് 1/2 കിലോ ബീഫ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്തെ ആ വെള്ളം ഉൾപ്പെടെ, അതായത് വെന്ത വെള്ളം ഉൾപ്പെടെ, അതിനാണ് ടേസ്റ്റ് തരുന്നത്, അതെല്ലാം ഉൾപ്പെടെ ചേർത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് അതെല്ലാം പറ്റിച്ചെടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എല്ലാ ഗ്രേവികളെല്ലാം ചേർത്തിട്ടുണ്ട്. കാരണം അത് നമ്മൾ കളഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇപ്പോൾ ഏകദേശം ഒരു നമ്മളൊരു 10% കൂടി അത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ഒരു 90% ആയിട്ടുണ്ട്. ബീഫിൻ്റെ ആ നിറവ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നതനുസരിച്ചാണ് ഇതിന് ആ ഒരു ബ്ലാക്ക്നെസ് വരിക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അത് കറക്റ്റ്
ആ കോട്ടയം സ്റ്റൈലിലേക്കൊന്ന് വരിക. സ്വല്പം കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് അതിന് വീണ്ടും ഇതിൻ്റെ അകത്ത് ഇട്ട് തന്നെ നമ്മൾ ഒരു തരി പോലും എണ്ണ ഇനി എക്സ്ട്രാ ചേർക്കാതെയാണ്. കണ്ടോ, കളർ ചേഞ്ച് നമുക്ക് ഇവിടെ കാണാനായിട്ട് വരും. ചെറിയൊരു ബ്ലാക്ക് കളറിലേക്ക് അത് വന്നിട്ടുണ്ട്. നമുക്കൊരു പെർഫെക്റ്റ് ബ്ലാക്ക് കളറാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കോട്ടയം സ്റ്റൈൽ ഒരു ഡ്രൈ ഫ്രൈ, ബീഫ് ഫ്രൈ എന്നൊക്കെ പറയുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇടയ്ക്കിടയ്ക്ക് ചേർത്തുകൊണ്ടിരിക്കാം. കറിവേപ്പിലയും കുരുമുളകും മാത്രമാണ് ഇനി നമ്മൾ അവസാനം വരെ ചേർത്തുകൊണ്ടിരിക്കുന്നത്. കറിവേപ്പില, കുരുമുളക്, കറിവേപ്പില, കുരുമുളക് എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്കിനി വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കാൻ പറ്റുക. നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഒരു തരി പോലും എണ്ണ ചേർക്കുന്നില്ല. വീണ്ടും നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നു. കണ്ടോ, കുരുമുളക് പൊടി ചേർക്കുന്നതനുസരിച്ച് ഇതിന് നല്ല വൃത്തിയായിട്ടുള്ള കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം നമ്മുടെ ഒരു 95% റെഡി ആയിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് കൂടി നമ്മൾ ഇതിനെ ഇങ്ങനെ ഇട്ട് ഡ്രൈ ആക്കി നമുക്ക് ഏത് ടേസ്റ്റാണോ ഇഷ്ടം അതിനനുസരിച്ചുള്ള ഒരു ഫോർമാറ്റിലേക്ക് നമുക്കിതിനെ മാറ്റിക്കൊണ്ട് പോകാം. ഞാൻ ഒരു ഡീപ്പ് ഫ്രൈ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഒരു 98% സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മുടെ അടിപൊളി കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.